നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജൻറ്റീനയുടെ വേൾഡ് കപ്പിലുള്ള ഒരുക്കങ്ങൾ കാൻസാസിൽ പുരോഗമിക്കുകയാണ്. ടീമിൽ പല താരങ്ങൾക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നതാണല്ലോ അവർ അലട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ ശുഭകരമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പലരും പരിക്കിൽ നിന്ന് മുക്തമായി കഴിഞ്ഞു, ചിലരൊക്കെ പരിക്കിൽ നിന്ന് റിക്കവർ ആകുന്നതിൻ്റെ അവസാന സ്റ്റേജിലാണ്. ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നിട്ട് നമ്മളത് പരിശോധിക്കുകയാണ്. എമിലിയാനോ മാർട്ടീനസ് ഏതായാലും കയ്യിൽ പൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഇന്നലെ ബാൻഡേജൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം ട്രെയിനിങ് ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഏതായാലും 2 ഫ്രണ്ട്ലി മത്സരങ്ങളും കളിക്കില്ല. ആദ്യ മത്സരം അൾജീരിയക്കെതിരെ വേൾഡ് കപ്പിൽ കളിക്കാനുണ്ടാകുമ്പോൾ താനും ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. മറ്റു താരങ്ങൾ ഇപ്പോൾ ക്യൂട്ടി റൊമേറോയും ഹുലിയൻ ആൽവാരസും അവർക്ക് മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നു. അർജൻറ്റീനയുടെ മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞതാണ് ക്രിസ്ത്യൻ റൊമേറോയും ഹുലിയൻ ആൽവാരസും നോർമലി ട്രെയിൻ ചെയ്തിട്ടുണ്ട് സ്ക്വാഡിനോടൊപ്പം, മറ്റു പ്രശ്നങ്ങളില്ല, അവർ ഫുള്ളി അവൈലബിൾ ആണ്. വാവ്, അത് വളരെ പോസിറ്റീവായിട്ടുള്ള വിവരമാണ്. അതോടൊപ്പം തന്നെ ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ വേൾഡ് കപ്പിന് ലയണൽ മെസ്സിയെ കളിപ്പിക്കുക, അൾജീരിയക്കെതിരെ ജൂൺ 16 അർജൻറ്റീന ഇറങ്ങുമ്പോൾ ഫുൾ ഫിറ്റ്നസ്സിൽ മെസ്സി ഉണ്ടാവുക എന്നുള്ളതാണ് അർജൻറ്റീനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ട റെസ്റ്റും മറ്റുമൊക്കെ കൊടുക്കുന്നു. ഹോണ്ട്രാസിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം അദ്ദേഹം കളിക്കില്ല. അതിനുശേഷം ഐസ്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ കുറച്ച് സമയം അദ്ദേഹം ഇറങ്ങിയേക്കും. പ്ലാൻ എന്തെന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. റെസ്റ്റ്, കെയർഫുൾ റീഹാബിലിറ്റേഷൻ, ഗ്രാജുവലി ഇൻക്രീസിങ് വർക്ക് ലോഡ് ആൻഡ് പേഷ്യൻസ്. അതാണ് ഇപ്പോൾ മെസ്സിയുടെ കാര്യത്തിൽ അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങി വരും. അദ്ദേഹം ആദ്യ വേൾഡ് കപ്പ് മത്സരത്തിന് ഫുള്ളി ഫിറ്റായിട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ കോച്ചിങ് സ്റ്റാഫ് അദ്ദേഹത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, നിക്കോ പാസിന് നോർമലി ട്രെയിൻ ചെയ്യാൻ കഴിയുന്നു. അദ്ദേഹം റിക്കവേർഡാണ് എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സോ ഇനിയിപ്പോൾ ഉള്ളത് ഹുലിയൻ ആൽവാരസിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അദ്ദേഹത്തെ വിടില്ല എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡും അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകണമെന്ന നിലപാടും എടുക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പിലെ ശ്രദ്ധ തെറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഹുലിയൻ ആൽവാരസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, ഹുലിയൻ ആൽവാരസ് വിൽ നോട്ട് ബി ഡിസ്ട്രാക്റ്റഡ് ബൈ ടോക്സ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ ഡ്യൂറിങ് ദി വേൾഡ് കപ്പ്. അത് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇനി അതിനെ പറ്റി അദ്ദേഹത്തിന് ചിന്തയില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും വേൾഡ് കപ്പിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.